എല്ലാവർക്കും സയൻസ് മാജിക് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ 4ാമത്തെ അധ്യായമായിട്ടുള്ള മെറ്റലർജി അഥവാ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് അല്ലെങ്കിൽ ലോഹ നിർമ്മാണം എന്ന് പറയുന്ന അധ്യായമാണ്. ലോഹങ്ങളെ കുറിച്ചും അതിന്റെ നിർമ്മാണത്തെ കുറിച്ചുമാണ് ഈ പാഠഭാഗം പ്രതിപാദിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രകൃതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് ഒരുപാട് തരത്തിലുള്ള ലോഹങ്ങളുണ്ട്. പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ലോഹങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നിത്യജീവിതത്തിൽ ലോഹങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. നമ്മൾ സഞ്ചരിക്കുന്ന വാഹനമായാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നിർമ്മിക്കാനായാലും അങ്ങനെ എല്ലാ ഭാഗത്തും നമുക്ക് ലോഹങ്ങളുടെ ഒരു സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ലോഹങ്ങളെയൊക്കെ അല്ലെങ്കിൽ ഈ മെറ്റൽസിനെയൊക്കെ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, അല്ലെങ്കിൽ ഈ മെറ്റൽസിന്റെ പ്രത്യേക ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഭൂവൽക്കത്തിൽ, നമ്മുടെ പ്രകൃതിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നേച്ചറിൽ നിന്നാണ് നമുക്ക് ആവശ്യത്തിനുള്ള മെറ്റൽ അല്ലെങ്കിൽ ലോഹം കിട്ടുന്നത്. അപ്പൊ ഈ പ്രകൃതിയിൽ ഇപ്പൊ നമുക്ക് അറിയാം, അലൂമിനിയം ഒരു ലോഹമാണെന്ന് നമുക്കറിയാം, കോപ്പർ ഒരു ലോഹമാണെന്ന് നമുക്കറിയാം. സോ ഈ അലൂമിനിയം കോപ്പറും എല്ലാം തന്നെ പ്രകൃതിയിൽ അലൂമിനിയത്തിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ കോപ്പറിന്റെ രൂപത്തിലാണോ നമുക്ക് കിട്ടുന്നത്. അപ്പൊ എനിക്ക് അലൂമിനിയം എന്ന് പറയുന്ന ഒരു ലോഹം കിട്ടണമെങ്കിൽ ഞാൻ അലൂമിനിയം ഉള്ള സ്ഥലമാണോ അന്വേഷിക്കുന്നത്, എന്നിട്ട് അവിടുന്ന് നേരിട്ടാണോ അലൂമിനിയത്തെ എടുക്കുന്നത്? ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് പരിഹരിച്ചെടുക്കാൻ സാധിക്കും. നമ്മൾ ക്രിയാശീല ശ്രേണി എന്ന് പറയുന്ന അല്ലെങ്കിൽ റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ മുൻ ചാപ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ട്. ഈ റിയാക്ടിവിറ്റി സീരീസ് അനുസരിച്ച് ലോഹങ്ങൾക്കുള്ള പ്രവർത്തന ശേഷി നമുക്കറിയാം. സോ അതിൽ ചില ലോഹങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നവയാണ്, ചില ലോഹങ്ങൾ വളരെ സാവധാനത്തിൽ പ്രവർത്തിക്കുന്നവയാണ്. അപ്പൊ പൊതുവെ ഈ ക്രിയാശീലം കൂടിയിട്ടുള്ള ലോഹങ്ങൾ അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കൂടുതലുള്ള ലോഹങ്ങൾ ഭൂമിയിൽ കാണുന്നത് അതിന്റെ കോമ്പൗണ്ട് രൂപത്തിലാണ്, സംയുക്തത്തിന്റെ രൂപത്തിലാണ്. ഉദാഹരണത്തിന് സോഡിയം, അതുപോലെ തന്നെ പൊട്ടാസ്യം, കാൽഷ്യം തുടങ്ങിയവെല്ലാം ലോഹങ്ങളാണെന്ന് നമുക്കറിയാം. അതിനെല്ലാം ക്രിയാശീലം വളരെ കൂടുതലാണ് അല്ലെങ്കിൽ റിയാക്ടിവിറ്റി വളരെ കൂടുതലാണ്. സോ ഇത്തരം ലോഹങ്ങളെല്ലാം നമ്മുടെ ഭൂമിയിൽ കാണുന്നത് അല്ലെങ്കിൽ ഭൂവൽക്കത്തിൽ കാണുന്നത് അതിന്റെ സംയുക്തങ്ങളുടെ അല്ലെങ്കിൽ കോമ്പൗണ്ടിന്റെ രൂപത്തിലാണ്. അതേസമയം ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങളാണ് അതിന്റെ സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്നത്. ഉദാഹരണത്തിന് അലൂമിനിയം, നമുക്കറിയാം അലൂമിനിയം ഒരു ലോഹമാണ് അല്ലെ. നമ്മുടെ വീടുകളിലെല്ലാം പാത്രത്തിന്റെ നിർമ്മാണത്തിനൊക്കെ അലൂമിനിയം ഉപയോഗിക്കാറുണ്ട്. ഈ അലൂമിനിയം ഒരു ലോഹമാണ്. ഈ അലൂമിനിയം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അപ്പൊ ഇത്തരത്തില് ഓരോ ലോഹങ്ങളും നമ്മുടെ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നവയാണ് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നവയാണ്. സോ ഇത്തരത്തില് നമ്മുടെ ഭൂവൽക്കത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ ലോഹങ്ങൾ അടങ്ങിയിട്ടുള്ള സംയുക്തങ്ങൾ കാണുന്നുണ്ട്. അത്തരത്തിലുള്ള ലോഹ സംയുക്തങ്ങളെ, മെറ്റൽ കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് മിനറൽസ് എന്ന് പറയുന്നത്. മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ എന്ന് പറയും. സോ ലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ അഥവാ മിനറൽസ് എന്ന് പറയുന്നത്. ഈ ലോഹ സംയുക്തങ്ങൾ അല്ലെങ്കിൽ മെറ്റൽ കോമ്പൗണ്ട്സ് കാണുന്നത് ഭൂമിയിലെ അല്ലെങ്കിൽ പ്രകൃതിയിലെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ കാണാൻ സാധിക്കും. ഈ മിനറൽസിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള മെറ്റൽ അഥവാ ലോഹം നമ്മൾ വേർതിരിച്ചെടുക്കുന്നത്. ഈ മിനറൽസിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള മെറ്റൽ അഥവാ ലോഹം വേർതിരിച്ചെടുക്കുന്നത്. ഒരുപാട് രാസപ്രവർത്തനത്തിലൂടെയാണ് മിനറൽസിൽ നിന്ന് ലോഹം വേർതിരിച്ചെടുക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് മിനറൽസിന്റെ എക്സാമ്പിൾ ഒന്ന് നോക്കാം. സോ ഒരു മെറ്റലാണ് അലൂമിനിയം എന്ന് പറയുന്നത്. ഈ അലൂമിനിയത്തിന്റെ മിനറൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അലൂമിനിയത്തിന്റെ മിനറൽസ് ആണ് ഒന്ന് ബോക്സൈറ്റ്. അലൂമിനിയത്തിന്റെ ഒരു മിനറൽ അല്ലെങ്കിൽ ഒരു ധാതുവാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു ധാതുവാണ് ക്രയോലൈറ്റ് എന്ന് പറയുന്നത്. അലൂമിനിയത്തിന്റെ മറ്റൊരു ധാതുവാണ് ക്രയോലൈറ്റ്. മറ്റൊരു ധാതുവാണ് ക്ലേ അല്ലെങ്കിൽ കളിമൺ എന്ന് പറയുന്നത്. സോ ബോക്സൈറ്റ് എന്ന് പറയുമ്പോൾ Al2O3 2H2O ആണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. ക്രയോലൈറ്റ് എന്ന് പറയുമ്പോൾ Na3Al(F6) ആണ്. ദെൻ ക്ലേ Al2O3 2 സിലിക്ക ഡയോക്സൈഡ് 2H2O. സോ ഇതെല്ലാം അലൂമിനിയത്തിന്റെ ധാതുക്കളാണ്. ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ ഒരു ധാതുവാണ്. ക്രയോലൈറ്റ് അലൂമിനിയത്തിന്റെ ഒരു ധാതുവാണ്. ക്ലേ അല്ലെങ്കിൽ കളിമണ്ണ് എന്ന് പറയുന്നത് അലൂമിനിയത്തിന്റെ ഒരു ധാതു അല്ലെങ്കിൽ മിനറലാണ്. പക്ഷേ അലൂമിനിയം എന്ന് പറയുന്ന ലോഹത്തെ വേർതിരിച്ചെടുക്കാനായിട്ട് നമുക്ക് ഈ 3 ധാതുക്കളെയും ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് ഇതിൽ ഏതെങ്കിലും ഒരു ധാതുവിനെ മാത്രമാണ് നമ്മൾ അലൂമിനിയത്തിന്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ധാതുക്കളിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണത്തിനെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ ഒരു ധാതു അല്ലെങ്കിൽ ആ ഒരു മിനറലിൽ നിന്നാണ് നമ്മൾ അലൂമിനിയത്തെ വേർതിരിച്ചെടുക്കുന്നത്. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ധാതുക്കളെ
കൃത്യമായിട്ട് നോക്കി അതിൽ നിന്നും ഏത് ധാതുവിൽ നിന്നാണ് ഈ ശുദ്ധമായിട്ടുള്ള ലോഹം അല്ലെങ്കിൽ മെറ്റൽ വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ ധാതുവിൽ നിന്നും അല്ലെങ്കിൽ മിനറൽസിൽ നിന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മറ്റൊരു കോമ്പൗണ്ട് ആണ് ഓർ അല്ലെങ്കിൽ അയിര് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓർ അല്ലെങ്കിൽ അയിര് എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ധാതുവാണ് അല്ലെങ്കിൽ മിനറൽസ് ആണ്. ഈ ധാതുക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഇപ്പൊ അലൂമിനിയത്തിന്റെ കേസ് എടുക്കുന്ന സമയത്ത് അലൂമിനിയം എന്ന് പറയുന്ന ശുദ്ധലോഹത്തെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ബോക്സൈറ്റിലാണ്. അലൂമിനിയം എന്ന് പറയുന്ന ശുദ്ധലോഹത്തിന്റെ അളവ് ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണ്? ബോക്സൈറ്റ് എന്ന് പറയുന്ന മിനറലിലാണ്. സോ മെറ്റൽ എമൗണ്ട് ഇതൊരു ഫാക്ടറാണ്. മെറ്റൽ എമൗണ്ട് അല്ലെങ്കിൽ ശുദ്ധലോഹത്തിന്റെ അളവ് ഒരു ഫാക്ടറാണ്. രണ്ടാമത്തത് എബണ്ടൻസ്. എബണ്ടൻസ് നമ്മൾ സുലഭം എന്ന് പറയും. അതായത് ബോക്സൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഭൂമിയിൽ കാണുന്ന അലൂമിനിയത്തിന്റെ മിനറൽ എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. സോ അതിന്റെ എബണ്ടൻസ് ഒരു ഫാക്ടറാണ്. ദെൻ മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ചീപ്പായിരിക്കണം. എക്കണോമിക്കലി ചീപ്പായിരിക്കണം. എക്കണോമിക്കലി ചീപ്പായിരിക്കണം എന്ന് പറഞ്ഞാല് അലുമിനിയം എന്ന് പറയുന്ന ലോഹത്തെ ധാതുവിൽ നിന്ന് ഏറ്റവും എളുപ്പത്തിൽ കുറഞ്ഞ ചെലവ് അല്ലെങ്കിൽ കുറഞ്ഞ മുതൽ മുടക്കിൽ എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത് ഏത് ധാതുവിൽ നിന്നാണ്? അതും ആരാണ്? ബോക്സൈറ്റ് ആണ്. അതാണ് ചീപ്പ് എക്കണോമിക്കലി എന്ന് പറയുന്നത്. നാലാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഈസി പ്രോസസിംഗ് ആണ്. ഈസി പ്രോസസിംഗ് അതായത് എളുപ്പത്തില് അതിന്റെ ശുദ്ധലോഹത്തെ വേർതിരിച്ചെടുക്കാൻ സാധിക്കണം. സോ ഈ 4 ഫാക്ടറും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മിനറൽ അല്ലെങ്കിൽ ധാതു എന്ന് പറയുന്നത് ആരാണ്? ബോക്സൈറ്റ് ആണ്. സോ ബോക്സൈറ്റിൽ നിന്നാണ് നമ്മൾ ആരെ വേർതിരിക്കുന്നത്? അലൂമിനിയത്തെ വേർതിരിക്കുന്നത്. അതുകൊണ്ട് ബോക്സൈറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? അലൂമിനിയത്തിന്റെ അയിരാണ് അല്ലെങ്കിൽ ഓറാണ്. ഓക്കെ അല്ലേ? സോ നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാ അയിരുകളും ധാതുക്കളാണ്, മിനറൽസ് ആണ്. പക്ഷെ എല്ലാ മിനറൽസും എന്തല്ല? ധാതുക്കളല്ല. ഏത് മിനറലാണ് ധാതുവായിട്ട് മാറുന്നത്? ആ മിനറലിന് ഈ പറയുന്ന 4 കഴിവുകളും ഉണ്ടായിരിക്കണം. ഒന്ന്, അതില് ശുദ്ധലോഹത്തിന്റെ അളവ് വളരെ കൂടുതലായിരിക്കണം. മെറ്റൽ എമൗണ്ട് വളരെ കൂടുതലായിരിക്കണം. 2, അത് സുലഭമായിരിക്കണം, എബണ്ടൻസ് ആയിരിക്കണം. മൂന്നാമത്തത് ചീപ്പ് ഇക്കണോമിക്കലി, അല്ലെ നമുക്ക് പെട്ടെന്ന് കുറഞ്ഞ മുതൽ മുടക്കിൽ അതിൽ നിന്നും ശുദ്ധലോഹത്തെ വേർതിരിക്കാൻ സാധിക്കണം. നാലാമത്തത് വളരെ ഈസി ആയിട്ട് കുറഞ്ഞ പ്രവർത്തനത്തിലൂടെ നമുക്ക് ശുദ്ധലോഹത്തെ വേർതിരിച്ചെടുക്കാൻ കഴിയണം. ഇത്തരത്തിലുള്ള ഈ 4 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന മിനറലിനെ വിളിക്കുന്ന പേരാണ് അയിര് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ 4 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന അലൂമിനിയത്തിന്റെ അയിര് എന്ന് പറയുന്ന ആരാണ്? ബോക്സൈറ്റ് ആണ്. അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിച്ചെടുക്കുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് മെറ്റലർജി അഥവാ ലോഹ നിഷ്കർഷണം എന്ന് പറയുന്നത്. ഇപ്പോൾ അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ് എന്ന് നമുക്ക് മനസ്സിലായി. ഈ ബോക്സൈറ്റിൽ നിന്ന് അലൂമിനിയം വേർതിരിച്ചെടുക്കുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ലോഹ നിഷ്കർഷണം അഥവാ മെറ്റലർജി എന്ന് പറയുന്നത്. സോ മെറ്റലർജി ഇൻവോൾവ് ഓൾ ടൈപ്സ് ഓഫ് റിയാക്ഷൻ ആൻഡ് പ്രോസസ്സസ് ബിഹൈൻഡ് ദ മേക്കിംഗ് ഓഫ് പ്യുവർ മെറ്റൽ ഫ്രം ഇറ്റ്സ് കൺസേൺഡ് അയർ ഓർ. ഈ ലോഹ നിഷ്കർഷണത്തിന് പ്രധാനമായിട്ടും 3 സ്റ്റെപ്പുകളാണുള്ളത്. പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കണം, ലോഹ നിഷ്കർഷണത്തിന് അല്ലെങ്കിൽ മെറ്റലർജിക്ക് 3 സ്റ്റെപ്പ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഓർ ആണ്, അല്ലെങ്കിൽ അയിരുകളുടെ സാന്ദ്രണം എന്ന് പറയും. ഓക്കെ, ഇതാണ് മെറ്റൽ എനർജി അഥവാ ലോഹ നിഷ്കർഷണത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് ഓർ അല്ലെങ്കിൽ അയിരുകളുടെ സാന്ദ്രണം എന്ന് പറയുന്നത്. അതായത് അയിരിലുള്ള അപദ്രവ്യങ്ങളെ അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസിനെ, ഒരു അയിരിൽ ഒരുപാട് ഈ ശുദ്ധലോഹത്തെ കൂടാതെ ഒരുപാട് അപലോഹങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അശുദ്ധ വസ്തുക്കൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസ് ഉണ്ടായിരിക്കും. ആ ഇംപ്യൂരിറ്റീസിനെല്ലാം എടുത്തു കളയുന്ന പ്രവർത്തനമാണ് അയിരുകളുടെ സാന്ദ്രണം അഥവാ കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് എക്സ്ട്രാക്ഷൻ ആണ്. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഇവിടുന്ന് കോൺസെൻട്രേറ്റഡ് ഓർ. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതായത് കോൺസെൻട്രേറ്റ് ചെയ്ത ഓറിൽ നിന്ന് എന്ത് ചെയ്യുക? മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യുക, ലോഹത്തെ വേർതിരിച്ചെടുക്കുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്.
സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് എന്തിനെ വേർതിരിക്കുക? ലോഹത്തെ വേർതിരിക്കുക. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിഫൈനിങ് ആണ്. റിഫൈനിങ് ഓഫ് മെറ്റൽ അല്ലെങ്കിൽ ലോഹ ശുദ്ധീകരണം. ഓക്കെ, സോ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത അയിരിൽ നിന്ന് അല്ലെങ്കിൽ സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കുകയാണ്. ആ ലോഹത്തിൽ ഒരുപാട് ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ അപദ്രവ്യങ്ങൾ ഉണ്ടാവും. അതിനെ അരിച്ചു മാറ്റി ശുദ്ധലോഹത്തെ നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് ലാസ്റ്റ് സ്റ്റെപ്പ്, റിഫൈനിങ് ഓഫ് മെറ്റൽസ്. സോ ഇനി ഈ 3 സ്റ്റെപ്പുകളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഓർ അല്ലെങ്കിൽ അയിരുകളുടെ സാന്ദ്രണം എന്ന് പറയുന്നതാണ്. സോ എന്താണ് അയിരുകളുടെ സാന്ദ്രണം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുന്ന അയിര് അല്ലെങ്കിൽ ഓറ്, അതിൽ ഈ ശുദ്ധലോഹത്തെ കൂടാതെ ഒരുപാട് ഇംപ്യൂരിറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് അപദ്രവ്യങ്ങൾ ഒരുപാട് ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ അയിരിലുള്ള അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രവർത്തനമാണ് ഈ അയിരുകളുടെ സാന്ദ്രണം അഥവാ കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ ഈ അയിരിൽ കാണപ്പെടുന്ന അപദ്രവ്യങ്ങളെ അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയലിനെയാണ് നമ്മൾ അയിരുകളിൽ കാണുന്ന അത്തരം വേസ്റ്റ് മെറ്റീരിയലിനെയാണ് ഗാങ് എന്ന് വിളിക്കുന്നത്. GANGUE എന്ന ഗാങ് എന്നാണ് അത്തരത്തിലുള്ള അപദ്രവ്യങ്ങളെ വിളിക്കുന്നത്. സോ അയിരിൽ കാണുന്ന ഇത്തരത്തിലുള്ള അപദ്രവ്യങ്ങൾ അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസ് ആയിട്ടുള്ള ഗാങ്ങിനെ വേർതിരിക്കുന്ന അല്ലെങ്കിൽ എടുത്തു കളയുന്ന പ്രവർത്തനമാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ അല്ലെങ്കിൽ അയിരുകളുടെ സാന്ദ്രണം എന്ന് പറയുന്നത്. സോ ഇതിനായിട്ട് നമ്മൾ വ്യത്യസ്ത രീതികൾ ഉപയോഗിക്കാറുണ്ട്. സോ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗാങ്ങിൻ്റെ സ്വഭാവത്തിനനുസരിച്ചും അതുപോലെ തന്നെ നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കേണ്ട ലോഹത്തിൻ്റെ സ്വഭാവമനുസരിച്ചും ഇതിന് വ്യത്യസ്ത തരത്തിലുള്ള രീതികൾ ഉണ്ട്. സോ അത്തരത്തിലുള്ള രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അയിരുകളുടെ സാന്ദ്രണം അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് അയറിന് യൂസ് ചെയ്യുന്ന ആദ്യത്തെ 2 പ്രക്രിയകളാണ്. ഒന്ന് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലും, രണ്ടാമത്തത് പ്ലവന പ്രക്രിയ അഥവാ ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. 4 പ്രക്രിയയാണ് ആകെയുള്ളത്. അതിൽ ആദ്യത്തെ 2 ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലും പ്ലവന പ്രക്രിയ. സോ ആദ്യം നമ്മൾ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ അല്ലെങ്കിൽ ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് എന്താണെന്ന് നോക്കാം. സോ ആ പേരിൽ തന്നെയുണ്ട്, അവിടെ നമ്മൾ ഒഴുകി വരുന്ന ജലത്തിന്റെ കറണ്ട് അല്ലെങ്കിൽ വാട്ടർ കറണ്ടിൽ നമ്മൾ എന്ത് ചെയ്യാണ്? അയിരിനെ കഴുകിയെടുക്കുകയാണ്. അങ്ങനെ കഴുകിയെടുക്കുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ആ അയിരിൽ നിന്നും അപദ്രവ്യങ്ങളെ അല്ലെങ്കിൽ ഇംപ്യൂരിറ്റിയെ അല്ലെങ്കിൽ ഗാങ്ങിനെ എടുത്തു കളയാൻ സാധിക്കും. സോ അത്തരത്തിലുള്ള പ്രവർത്തനമാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയുന്നത്. സോ ഏത് തരത്തിലുള്ള അയിരുകൾക്കാണ് ഈ ഒരു രീതി ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗില് അയിരുകൾക്ക് ഓറിന്റെ ഡെൻസിറ്റി ഹൈ ആയിരിക്കണം. ഓറിന്റെ ഡെൻസിറ്റി ഹൈ ആയിരിക്കണം ആൻഡ് ഗാങ് ഡെൻസിറ്റി ലോ ആയിരിക്കണം. ഓക്കെ, സോ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്ന് പറയുന്ന രീതി എന്തിനാണ് ഉപയോഗിക്കുക? അവിടെ അയിരുകളുടെ സാന്ദ്രത കൂടുതലായിരിക്കണം, ഗ്യാങ് അല്ലെങ്കിൽ അപദ്രവ്യങ്ങളുടെ സാന്ദ്രത കുറവായിരിക്കണം. ഇത്തരം കേസിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ ചെയ്യാൻ പറ്റുക. അങ്ങനെ ഒഴുകി വരുന്ന ജലത്തില് ഈ പറയുന്ന അയിരിനെ കഴുകിയെടുക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? സാന്ദ്രത കൂടുതലുള്ള അയിര് അതിന്റെ താഴേക്ക് വരികയും സാന്ദ്രത കുറവുള്ള ഗ്യാങ്ങുകൾ മുകളിൽ നിൽക്കുകയും ചെയ്യും. അങ്ങനെ മുകളിൽ നിൽക്കുന്ന ഗ്യാങ്ങിനെ നമുക്ക് എളുപ്പത്തിൽ എടുത്തു മാറ്റാം. നമുക്ക് ആരെ മാത്രം എടുക്കാം? അയിരിനെ മാത്രം എടുക്കാം. ആ ഒരു രീതിയാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് എക്സാമ്പിൾ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓക്സൈഡ് അയിരുകളാണ്. ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന രീതി ജലപ്രവാഹത്തിൽ കഴുകൽ അല്ലെങ്കിൽ ലെവിഗേഷൻ ആണ്. അതുപോലെ തന്നെ ഗോൾഡ് അയിരിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നതും ഈ ജലപ്രവാഹത്തിൽ കഴുകലാണ്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുകയാണ്. സോ അത് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ തന്നെ വലിയൊരു ബീക്കർ പോലത്തെ അല്ലെങ്കിൽ വലിയൊരു സംവിധാനം ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൽ വാട്ടർ താഴേന്ന് കടത്തിവിടുക ചെയ്യാം. വാട്ടർ താഴേന്ന് കടത്തിവിടുന്നു. ഓക്കെ, സോ ഇതിന്റെ മുകളിലൂടെയാണ് നമ്മൾ ഈ ഓറിനെ ഡിപ്പോസിറ്റ് ചെയ്യുക. ഓറിനെ മുകളിലോട്ട് ഡിപ്പോസിറ്റ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? ഈ വാട്ടർ കറണ്ടില് ഈ ഓറ് മിക്സ്ഡ് ആവും. ഓക്കെ, വാട്ടർ കറണ്ടിൽ മിക്സ്ഡ് ആവുന്ന സമയത്ത് ഈ ഓറില് ഇംപ്യൂരിറ്റിയും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കും? മെറ്റലും ഉണ്ടായിരിക്കും. അല്ലെ, നമുക്ക് വേണ്ട മെറ്റലും ഉണ്ട്, അതുപോലെ തന്നെ ഇംപ്യൂരിറ്റിയും ഉണ്ട്. അപ്പൊ എന്താ സംഭവിക്കുക? അയിരുകൾക്ക് സാന്ദ്രത കൂടുതലായതുകൊണ്ട് അവർ എവിടേക്ക് വരും? താഴേക്ക് വരും.
ജലത്തിൽ കഴുകിയെടുക്കുന്ന സമയത്ത് അയിരുകൾക്ക് ഡെൻസിറ്റി അഥവാ സാന്ദ്രത കൂടുതലായതുകൊണ്ട് അവർ താഴേക്ക് വരും. ഇതിന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, അതേസമയം ഇംപ്യൂരിറ്റി അല്ലെങ്കിൽ ഗാങ്ങിന്റെ സാന്ദ്രത കുറവാണ്, ഡെൻസിറ്റി കുറവാണ്, അവരെവിടെയാണ് ഉണ്ടാവുക? മുകളിലുണ്ടാവുക. സോ ഇതിനെ നമുക്ക് മുകളിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള ഒരു രീതിയാണ് ജലപ്രവാഹത്തിൽ കഴുകൽ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഓക്സൈഡ് അയിരുകളും ഗോൾഡിന്റെ അയിരുകളും. ഇത് പ്രത്യേകം എക്സാമ്പിൾ പ്രത്യേകം പഠിച്ചു വെക്കണം. ഇനി പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷനിൽ എന്താണ് ചെയ്യുക? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓറുകളുടെ ഡെൻസിറ്റി ലോയും ഗാങ്ങുകളുടെ ഡെൻസിറ്റി ഹൈയുമായിരിക്കും. അയിരുകളുടെ സാന്ദ്രത കുറവാണ്, ഗ്യാങ് അല്ലെങ്കിൽ ഇംപ്യൂരിറ്റിയുടെ അല്ലെങ്കിൽ അപദ്രവ്യങ്ങളുടെ സാന്ദ്രത കൂടുതലാണ്. അത്തരത്തിലുള്ള അയിരുകളിൽ നിന്ന് അതിന്റെ ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ആണ് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത്. ഇതിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് സൾഫൈഡ് അയിരുകളാണ്. സൾഫൈഡ് അയിർ. ഓക്കെ, സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന രീതി പ്ലവന പ്രക്രിയയാണ്. ഓക്സൈഡ് അയിരുകളാണെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകലാണ്. സോ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുക? ഫ്രോത്ത് ഫ്ലോട്ടേഷനിൽ എന്താണ് ചെയ്യുക? നമ്മൾ ചെയ്തത് ഇത്രയേ ഉള്ളൂ. വലിയൊരു കണ്ടെയ്നറിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന ഓറിനെ ഡിപ്പോസിറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? സോ ഓറിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? മെറ്റൽ അഥവാ ലോഹം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഗ്യാങ് അല്ലെങ്കിൽ ഇംപ്യൂരിറ്റി ഉണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ ചെയ്യുക, ഒരു സ്റ്റിറർ ഉപയോഗിച്ച് ഇതിനെ ശക്തിയായിട്ട് എന്ത് ചെയ്യുക? ഇളക്കി കൊടുക്കുക. ഒരു സ്റ്റിറർ ഉപയോഗിച്ച് ഇതിങ്ങനെ കറങ്ങുന്ന സമയത്ത് ഇവിടെ നന്നായിട്ട് മിക്സിംഗ് നടക്കും. മിക്സിംഗ് നടന്ന് കുറച്ചു നേരം സെറ്റിൽ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സാന്ദ്രത കുറവുള്ള വസ്തുക്കളെല്ലാം മുകളിൽ വന്ന് നിൽക്കും. ഡെൻസിറ്റി കുറവുള്ളതെല്ലാം മുകളിൽ ഒരു പത പോലെ നിൽക്കും. അതുകൊണ്ടാണ് ഇതിനെ ഫ്രോത്ത് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മുകളിൽ വന്ന് നിൽക്കുന്നത് സാന്ദ്രത കുറവുള്ള വസ്തുക്കളാണ്. ഇവിടെ സാന്ദ്രത കുറവാർക്കാണ്? അയിരിനാണ്. സോ മുകളിൽ നിൽക്കുന്നത് എന്തായിരിക്കും? അയിരായിരിക്കും. താഴെ സാന്ദ്രത കൂടുതലുള്ളതാണ്, അതാരായിരിക്കും? ഗ്യാങ് ആയിരിക്കും. ഇപ്പൊ ഗ്യാങ്ങിനെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? അയിരിനെ കിട്ടും. സോ ആ രീതിയാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. ഉപയോഗിക്കുന്നത് സൾഫൈഡ് അയിരുകൾക്കാണ്. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ ആർക്കാണ്? ഓക്സൈഡ് അയിരുകൾക്കാണ്. സോ ഇതാണ് ആദ്യത്തെ രണ്ട് രീതി എന്ന് പറയുന്നത്. സോ മൂന്നാമത്തെ രീതിയാണ് കാന്തിക വിഭജനം അഥവാ മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്കറിയാം, കാന്തത്തിന്റെ സഹായത്തോടെ അല്ലെങ്കിൽ കാന്തിക സ്വഭാവമുള്ള അയിരുകളെയോ അല്ലെങ്കിൽ ഗാങ്ങുകളെയോ വേർതിരിക്കുന്ന രീതിയാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ അഥവാ കാന്തിക വിഭജനം എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒന്നെങ്കിൽ അയിരുകൾക്കായിരിക്കണം കാന്തിക സ്വഭാവം ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ ഗ്യാങ്ങിനായിരിക്കണം കാന്തിക സ്വഭാവം ഉണ്ടാവുന്നത്. സോ അത്തരത്തിലുള്ള അയിരുകളെയാണ് നമ്മൾ ഇതിലൂടെ വേർതിരിച്ചെടുക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇവിടെ രണ്ട് റോളറുകൾ ഉണ്ടായിരിക്കും. ഈ രണ്ട് റോളറുകൾക്കും കാന്തിക സ്വഭാവം ഉണ്ടായിരിക്കും. ഇതിന് ചുറ്റും ഒരു ചങ്ങല ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ ചങ്ങലയിലേക്കാണ് നമ്മൾ എന്തിനെ നിക്ഷേപിക്കുക? അയിരിനെ നിക്ഷേപിക്കുക. സോ ഈ ചങ്ങല മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അയിര് ഇങ്ങനെ മൂവ് ചെയ്യും. ഇത് കാന്തിക സ്വഭാവമുള്ള റോളർ ആയതുകൊണ്ട് ഈ റോളറിൽ നിന്നും പുറത്തേക്ക് വരുന്നത് രണ്ട് ഡയറക്ഷനിൽ വരും. കാന്തിക സ്വഭാവമുള്ള വസ്തുക്കളെല്ലാം ഈ ഡയറക്ഷനിൽ താഴേക്ക് വരും. കാന്തിക സ്വഭാവം ഇല്ലാത്ത ഇതിൽ നിന്ന് തെറിച്ച് അപ്പുറത്തേക്ക് പോകും. സോ അയിരുകൾക്കാണ് കാന്തിക സ്വഭാവം ഉള്ളതെങ്കിൽ അയിര് ഇവിടേക്ക് വരും, ഗ്യാങ് അപ്പുറത്തേക്ക് പോകും. ഇനി ഗാങ്ങുകൾക്കാണ് കാന്തിക സ്വഭാവം ഉള്ളെങ്കിൽ ഗ്യാങ് ഇവിടേക്ക് വരും, അയിര് അപ്പുറത്തേക്ക് പോകും. സോ ഇത്തരത്തില് കാന്തിക സ്വഭാവമുള്ള അയിരുകളെയോ അല്ലെങ്കിൽ ഗാങ്ങുകളെയോ വേർതിരിക്കാനുള്ള രീതിയാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ഇതിന് ഒരു ഉദാഹരണമാണ് മാഗ്നറ്റൈറ്റ്. അയണിന്റെ അയിരായിട്ടുള്ള മാഗ്നറ്റൈറ്റിനെ വേർതിരിക്കുന്നത് ഈ രീതി ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ ടിൻ സ്റ്റോൺ SnO2 വേർതിരിക്കുന്നത്, അതുപോലെ തന്നെ അയൺ ടങ്സ്റ്റനെ വേർതിരിക്കുന്നതെല്ലാം ഈ രീതി ഉപയോഗിച്ചിട്ടാണ്. രണ്ടാമത്തെ രീതിയാണ്, ലാസ്റ്റ് മെത്തേഡാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. സോ ലീച്ചിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അയിരുകളില് മെറ്റൽ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഗാങ്ങും ഉണ്ടായിരിക്കും. ഈ മെറ്റലും ഗാങ്ങും ഉള്ള അയിരിനെ നമ്മൾ ആദ്യം ഒരു സൊല്യൂഷനിൽ വെച്ചിട്ട് ഡിസോൾവ് ചെയ്യാണ്. അനുയോജ്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സംയുക്തം ഉപയോഗിച്ചിട്ട് ഈ അയിരിനെ അതിൽ ഡിസോൾവ് ചെയ്യാണ്. അങ്ങനെ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ആർക്കാണ് അതിനെ ഡിസോൾവ് ചെയ്യാനുള്ള കഴിവുണ്ടാവുക? അയിരിനായിരിക്കും ഡിസോൾവ് ചെയ്യാനുള്ള കഴിവുണ്ടാവുക. സോ അയിര് എന്ത് ചെയ്യും? ആ സൊല്യൂഷനുമായിട്ട് റിയാക്ട് ചെയ്യുകയും അതേസമയം ഗാങ് ആ സൊല്യൂഷനായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കുകയും ചെയ്യും. ഇപ്പൊ ഗാങ്ങിനെ നമുക്ക് അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റും. അയിര് അതിൽ ഡിസോൾവ് ആയിട്ടുണ്ടല്ലോ. അങ്ങനെ ഡിസോൾവ് ആയിട്ടുള്ള അയിരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ആ ശുദ്ധ ലോഹത്തെ അല്ലെങ്കിൽ അതിൽ നിന്ന് ലോഹത്തെ നമ്മൾ വീണ്ടും കെമിക്കൽ റിയാക്ഷൻ വഴി എന്ത് ചെയ്യുക? വേർതിരിച്ചെടുക്കുക ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. ലീച്ചിങ്ങിന് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിനെ വേർതിരിക്കുന്നത് ലീച്ചിങ് എന്ന് പറയുന്ന രീതിയിലൂടെയാണ്. സോ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു ബോക്സൈറ്റ് ആണല്ലോ അയിര് എന്ന് പറയുന്നത്. സോ അയിരിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യിക്കും. ഓക്കെ, അയിരിനെ നമ്മൾ ഒരു സൊല്യൂഷനിൽ എന്ത് ചെയ്യാണ്? ഡിസോൾവ് ചെയ്യാണ് ചെയ്യുക. സോ അതിൽ ആര് ഡിസോൾവ് ആവും?
അയിര് ഡിസോൾവ് ആകും. അതായത് അയിര് കെമിക്കൽ റിയാക്ഷൻ വഴി ഈ സൊല്യൂഷനിൽ ഡിസോൾവ് ആയി പോകും, ലയിച്ചു പോകും. ബാക്കി ആരാണ് ഉണ്ടാവുക? ഗ്യാങ് ആണ് ഉണ്ടാവുക. സോ ഗ്യാങ് ഈ ഒരു സൊല്യൂഷനുമായിട്ട് റിയാക്ട് ചെയ്യില്ല. അതുകൊണ്ട് ഗ്യാങ് എന്തായില്ല? ഗ്യാങ് ഡിസോൾവ് ആവില്ല. സോ ഈ ഗ്യാങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുത്തു മാറ്റാൻ പറ്റും. ഇനി നമുക്ക് ഈ സൊല്യൂഷനിൽ നിന്ന് ആരെ കിട്ടണം? അയിരിനെ കിട്ടണം. അപ്പൊ എന്താ ചെയ്യാ? ഈ സൊല്യൂഷനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? മറ്റൊരു സൊല്യൂഷനുമായിട്ട് കെമിക്കൽ റിയാക്ഷൻ നടത്തും. സോ ഈ സൊല്യൂഷൻ നമ്മൾ വീണ്ടും മറ്റൊരു സൊല്യൂഷനിൽ എന്ത് ചെയ്യും? കെമിക്കൽ റിയാക്ഷൻ നടത്തും. ആ റിയാക്ഷനിൽ നമുക്ക് ആരെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും? അയിരിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു രീതിയാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. ഇതിന് നല്ലൊരു എക്സാമ്പിൾ ആണ് ബോക്സൈറ്റ് അയിരുകളുടെ സാന്ദ്രണം അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. സോ ഈ 4 രീതികളുമാണ് അയിരിന്റെ സാന്ദ്രണത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ മെറ്റലർജിയുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ആണ്. നമ്മൾ നേരത്തെ അയിരിനെ സാന്ദ്രീകരിച്ച് വെച്ചിട്ടുണ്ട്. ആ സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് നമ്മൾ ആരെ വേർതിരിക്കും? ലോഹത്തെ വേർതിരിക്കും. സോ അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, ലോഹത്തെ വേർതിരിക്കൽ. ലോഹത്തെ വേർതിരിക്കാൻ, അതായത് സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കാനായിട്ട് 2 മെത്തേഡാണ് ഉപയോഗിക്കുക. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഈ സാന്ദ്രീകരിച്ച അയിരിനെ നമ്മൾ ഓക്സൈഡ് ആക്കി മാറ്റുക. ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ്. സാന്ദ്രീകരിച്ച അയിരിനെ എന്താക്കി മാറ്റുക? ഓക്സൈഡുകളാക്കി മാറ്റുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിഡക്ഷൻ ആണ്. റിഡക്ഷൻ ഓഫ് ഓക്സൈഡ്സ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്സൈഡുകളാക്കിയ അയിരിനെ എന്ത് ചെയ്യുക? നിരോക്സീകരിക്കുക. റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് അയഡ്സ് അല്ലെ? ഓക്സൈഡ് ആക്കിയ അയിരിനെ എന്ത് ചെയ്യാണ്? നിരോക്സീകരിക്കുക, റെഡ്യൂസ് ചെയ്യുക. ഈ 2 രീതിയുമാണ് എന്തിനുപയോഗിക്കുക? എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ എന്ന് പറയുന്നത്. സോ ആദ്യത്തെ സ്റ്റെപ്പ് എക്സ്ട്രാക്ട് ചെയ്ത കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ട അയിരിനെ എന്താക്കി മാറ്റുകയാണ്? ഓക്സൈഡുകളാക്കി മാറ്റുകയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ആ ഓക്സൈഡുകൾ എന്താക്കി മാറ്റുകയാണ്? റെഡ്യൂസ് ചെയ്യാണ്. സോ ഇതിൽ ഒന്നാമത്തെ സ്റ്റെപ്പിന് ഉപയോഗിക്കുന്ന 2 രീതികളുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് അയർ ഇൻ ടു ഓക്സൈഡ്. സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡുകളാക്കി മാറ്റുക. അതിൽ 2 രീതിയാണുള്ളത്. ഒന്നാമത്തെ രീതിയെ നമ്മൾ വിളിക്കുന്ന പേര് കാൽസിനേഷൻ എന്നാണ്. വിളിക്കുക, ഇറ്റ് ഈസ് കോൾഡ് കാൽസിനേഷൻ. ഒന്നാമത്തെ രീതിയാണ് കാൽസിനേഷൻ. സോ കാൽസിനേഷനിൽ നമ്മൾ എന്താണ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാല്, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള അയിരിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ചൂടാക്കുകയാണ്, ഹീറ്റ് ചെയ്യാണ്. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള അയിരിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റിന്റെ സിമ്പൽ ആണ് ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. സോ ഹീറ്റ് ചെയ്യാണ് ചെയ്യുക. ഈ ചൂടാക്കുന്നപ്പോൾ ശ്രദ്ധിക്കണം. എന്താണ് ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കോൺസെൻട്രേറ്റ് ചെയ്ത അയിരുണ്ടല്ലോ, സാന്ദ്രീകരിച്ച അയിരിന്റെ ദ്രവണാങ്കത്തെക്കാൾ കുറഞ്ഞ താപനിലയിലാണ് നമ്മൾ എന്താക്കുക? ചൂടാക്കുക. സോ ദ്രവണാങ്കത്തെക്കാൾ കുറഞ്ഞ താപനിലയിലാണ്, മെൽറ്റിംഗ് പോയിന്റിനേക്കാൾ, ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റിനേക്കാൾ കുറഞ്ഞ താപനിലയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കോൺസെൻട്രേറ്റഡ് അയിരിനെ ചൂടാക്കുന്നത്. അങ്ങനെ ചൂടാക്കുന്നതിന്റെ ഫലമായിട്ട് കോൺസെൻട്രേറ്റഡ് അയിരിലുള്ള കാർബണേറ്റും ഹൈഡ്രോക്സൈഡുകളും ഓക്സൈഡുകളായിട്ട് മാറും. ഓക്കെ, ഇതാണ് ആദ്യത്തെ രീതി എന്ന് പറയുന്നത് കാൽസിനേഷൻ. സോ കാൽസിനേഷനിൽ എന്താണ് ചെയ്യുക? സാന്ദ്രീകരിച്ച അയിരിനെ അതിന്റെ ദ്രവണാങ്കത്തെക്കാൾ കുറഞ്ഞ താപനിലയിൽ വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുന്നു. അങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ സാന്ദ്രീകരിച്ച അയിരിലുള്ള കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും എന്തായിട്ട് മാറും? ഓക്സൈഡുകളായിട്ട് മാറും. ആ ഒരു പ്രവർത്തനമാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ രീതിയെ വിളിക്കുന്ന പേര് റോസ്റ്റിംഗ് എന്നാണ്. രണ്ടാമത്തെ രീതി റോസ്റ്റിംഗ് ആണ്. റോസ്റ്റിംഗിൽ എന്താണ് ചെയ്യുന്നത്? റോസ്റ്റിംഗിൽ ചെയ്യുന്നത് ഈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓറിനെ നമ്മൾ എന്ത് ചെയ്യാണ്? കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓറിനെ ചൂടാക്കുക തന്നെയാണ് ചെയ്യുക. സോ ഇവിടെയും നമ്മൾ എന്താ ചെയ്യാണ്? ഹീറ്റ് ആക്കുകയാണ്, ചൂടാക്കുകയാണ് നമ്മൾ ചെയ്യുക. ഹീറ്റ് ആണ് ചെയ്യുന്നത്. പക്ഷെ ചൂടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഓക്സിജന്റെ പ്രസൻസിലാണ് നമ്മൾ ചൂടാക്കുന്നത്. ഈ കോൺസെൻട്രേറ്റഡ് അയിരിന്റെ ദ്രവണാങ്കം എത്രയാണോ, അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണോ, ആ മെൽറ്റിംഗ് പോയിന്റിനേക്കാളും കുറഞ്ഞ താപനിലയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? റോസ്റ്റിംഗ് ചെയ്യുക. അങ്ങനെ റോസ്റ്റിംഗ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ കോൺസെൻട്രേറ്റഡ് അയിരില് സൾഫൈഡുകൾ ഉണ്ടെങ്കിൽ, കോൺസെൻട്രേറ്റഡ് അയിരില് സൾഫൈഡുകൾ ഉണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും? ഓക്സൈഡുകളായിട്ട് മാറും. അതുപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് അയിരിലുള്ള ജലാംശം, വാട്ടർ എന്ന് പറയുന്നത് എന്താവും? ഇവോപ്പറേറ്റ് ചെയ്യും. ഇവോപ്പറേറ്റ് ചെയ്യും. സോ ഇതാണ് റോസ്റ്റിംഗിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ റോസ്റ്റിംഗിൽ നമ്മൾ ചെയ്യുന്നത് സാന്ദ്രീകരിച്ച അയിരിനെ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള അയിരിനെ അതിന്റെ ദ്രവണാങ്കത്തെക്കാൾ കുറഞ്ഞ താപനിലയിൽ വായുവിന്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുകയാണ്. അങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ ഈ അയിരിൽ സൾഫൈഡുകൾ ഉണ്ടെങ്കിൽ അത് ഓക്സൈഡുകളായിട്ട് മാറും. അയിരിലുള്ള ജലാംശം എന്ത് ചെയ്യും? ഇവോപ്പറേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. ആ രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റോസ്റ്റിംഗ്. സോ ഈ 2 രീതിയുമാണ്
കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻടു ഓക്സൈഡ്, അല്ലെങ്കിൽ സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡുകളാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന രണ്ട് രീതികളാണ്. ഒന്ന് കാൽസിനേഷനും രണ്ടാമത്തത് റോസ്റ്റിംഗും. കാൽസിനേഷൻ ഓക്സിജന്റെ അഭാവത്തിലാണ് ചെയ്യുക, എന്നാൽ റോസ്റ്റിംഗ് ഓക്സിജന്റെ പ്രസൻസിൽ, വായുവിന്റെ പ്രസൻസിലാണ് ചെയ്യുന്നത്. കാൽസിനേഷൻ ചെയ്തു കഴിഞ്ഞാൽ കാർബണേറ്റും ഹൈഡ്രോക്സൈഡുകളും, അയിരിലുള്ള കാർബണേറ്റും ഹൈഡ്രോക്സൈഡും ഓക്സൈഡായിട്ട് മാറും. റോസ്റ്റിംഗ് ചെയ്തു കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് അയിരിലുള്ള സൾഫൈഡുകൾ ഓക്സൈഡായിട്ട് മാറും. അതുപോലെ തന്നെ അതിലുള്ള ജലാംശം എന്തായിട്ട് മാറും, ഇവാപ്പറേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഓക്സൈഡുകളെ നമ്മൾ എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യാണ്. ഓക്സൈഡ് ആക്കിയ അയിരുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, നിരോക്സീകരിക്കുന്നു. അങ്ങനെ നിരോക്സീകരിക്കണമെങ്കിൽ നമുക്ക് എന്തിന്റെ സഹായം വേണം, നിരോക്സിഗാരികളുടെ സഹായം വേണം, അല്ലെങ്കിൽ എന്ത് വേണം, റെഡ്യൂസിങ് ഏജൻസ് ആവശ്യമാണ്, അല്ലെ, നിരോക്സിഗാരികൾ വേണം. അങ്ങനെ നമ്മൾ നിരോക്സിഗാരികളായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് കാർബൺ ആണ്, രണ്ടാമത്തത് കാർബൺ മോണോക്സൈഡ് ആണ്, മൂന്നാമത്തത് ഇലക്ട്രിസിറ്റി ആണ്. ഓക്കെ, സോ റെഡ്യൂസിംഗ് ഏജന്റ് നിരോക്സിഗാരികളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കാർബണെയും കാർബൺ മോണോക്സൈഡിനെയും ഇലക്ട്രിസിറ്റിയുമാണ്. സാധാരണ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കൂടുതലുള്ള സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം തുടങ്ങിയ റിയാക്ടിവിറ്റി കൂടുതലുള്ള ലോഹങ്ങളെ വേർതിരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റെഡ്യൂസിംഗ് ഏജന്റ് ആരായിരിക്കും, ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി ആയിരിക്കും. കാർബണും കാർബൺ മോണോക്സൈഡും നമ്മൾ സാധാരണ ഈ ബ്ലാസ്റ്റ് ഫർണസിലൊക്കെ ഉപയോഗിക്കുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. ലോഹ നിഷ്കർഷണത്തിന്റെ അവസാനത്തെ സ്റ്റെപ്പാണ് റിഫൈനിങ് ഓഫ് മെറ്റൽസ് അഥവാ ലോഹ ശുദ്ധീകരണം എന്ന് പറയുന്നത്. സോ ആദ്യം അയിരുകളുടെ സാന്ദ്രണമായിരുന്നു. അതിന് 4 രീതികൾ നമുക്ക് ഉപയോഗിക്കാം. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലോ, പ്ലവന പ്രക്രിയയോ, അല്ലെങ്കിൽ കാന്തിക വിഭജനമോ, അത് അല്ലെങ്കിൽ ലീച്ചിങ്ങോ ഉപയോഗിക്കാം. അങ്ങനെ സാന്ദ്രീകരിച്ച അയിരിനെ നമ്മൾ ആദ്യം എന്താക്കി മാറ്റി, ഓക്സൈഡുകളാക്കി മാറ്റി. അതിന് നമുക്ക് കാൽസിനേഷനോ അല്ലെങ്കിൽ റോസ്റ്റിങ്ങോ ഉപയോഗിക്കാം. അങ്ങനെ ഓക്സൈഡ് ആക്കിയ അയിരിനെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തു. കാർബണോ കാർബൺ മോണോക്സൈഡോ വൈദ്യുതിയോ ഉപയോഗിച്ച് നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്തു. അങ്ങനെ റെഡ്യൂസ് ചെയ്ത് കിട്ടുന്ന ഓക്സൈഡ് എന്താ പറയാ അയിരുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വീണ്ടും അപദ്രവ്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ മറ്റ് ലോഹങ്ങളാവാം, അല്ലെങ്കിൽ ലോഹങ്ങളുടെ ഓക്സൈഡുകളാവാം, അല്ലെങ്കിൽ അലോഹങ്ങളൊക്കെ അതിൽ കാണാൻ സാധിക്കും. അത്തരത്തില് ഈ പറയുന്ന റെഡ്യൂസിങ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അയിരില് വീണ്ടും അപദ്രവ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ അപദ്രവ്യത്തെ നീക്കം ചെയ്യുന്ന പ്രവർത്തനമാണ് റിഫൈനിങ് ഓഫ് മെറ്റൽ അഥവാ ലോഹ ശുദ്ധീകരണം എന്ന് പറയുന്നത്. സോ ലോഹ ശുദ്ധീകരണത്തിന് നമ്മൾ വ്യത്യസ്ത രീതികൾ ഉപയോഗിക്കും. ഈ അതിലുള്ള ഇംപ്യൂരിറ്റീസിന്റെ അല്ലെങ്കിൽ അപദ്രവ്യങ്ങളുടെ സ്വഭാവം അനുസരിച്ചും നമുക്ക് വേർതിരിക്കേണ്ട ശുദ്ധലോഹത്തിന്റെ സ്വഭാവം അനുസരിച്ചും പ്രധാനമായിട്ട് 3 രീതികളിലൂടെയാണ് റിഫൈനിങ് ഓഫ് മെറ്റൽസ് അഥവാ ലോഹ ശുദ്ധീകരണം നമ്മൾ നടത്താറ്. സോ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത്, ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ലിക്വേഷൻ ആണ്. ലിക്വേഷൻ, ഓക്കെ, ഒന്നാമത്തെ രീതി ലിക്വേഷൻ ആണ്, അല്ലെങ്കിൽ ഉരുക്കി വേർതിരിക്കൽ. ഉരുക്കി വേർതിരിക്കൽ, ഇതാണ് ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത്, ഉരുക്കി വേർതിരിക്കൽ. ഈ ലിക്വേഷൻ ചെയ്യുന്നത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ ലിക്വേഷൻ ചെയ്യാറ് മെൽറ്റിംഗ് പോയിന്റ് കുറവായിട്ടുള്ള ലോഹങ്ങൾ, അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാല് ദ്രവണാംഗം കുറവുള്ള ലോഹങ്ങൾ. ദ്രവണാംഗം കുറവുള്ള ലോഹങ്ങൾ എക്സാമ്പിൾ നമ്മുടെ ലെഡ്, അതുപോലെ ടിന്ന്, SN ടിന്ന്, അതുപോലെ തന്നെ PB ലെഡ് തുടങ്ങിയ ലോഹങ്ങൾക്കെല്ലാം മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ദ്രവണാംഗം വളരെ കുറവാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ലോഹങ്ങളിലുള്ള ഇംപ്യൂരിറ്റീസ് ഉണ്ടല്ലോ, ഇംപ്യൂരിറ്റീസ്, ഇവയിലെ ഇംപ്യൂരിറ്റീസിന് എന്തായിരിക്കും, മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ദ്രവണാംഗം എന്തായിരിക്കും, കൂടുതലായിരിക്കും, ഹൈ ആയിരിക്കും. ഓക്കെ, സോ ലിക്വേഷൻ അല്ലെങ്കിൽ ഉരുക്കി വേർതിരിക്കുന്നത് ഏതൊക്കെ ലോഹത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ദ്രവണാംഗം കുറവുള്ള ടിന്ന്, അതേപോലെ തന്നെ ലെഡ് തുടങ്ങിയ ലോഹങ്ങൾക്ക്. പക്ഷെ അവയിൽ കാണപ്പെടുന്ന ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ അപദ്രവ്യത്തിന് എന്ത് കൂടുതലായിരിക്കും, മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ദ്രവണാംഗം കൂടുതലായിരിക്കും. സോ ഇത്തരത്തിലുള്ള മിക്സ്ചറിൽ നിന്നും ഈ ടിന്നിനെയും അതേപോലെ തന്നെ ലെഡിനെയും വേർതിരിക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ലിക്വേഷൻ അല്ലെങ്കിൽ ഉരുക്കി വേർതിരിക്കൽ ഉപയോഗിക്കാം. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ചരിഞ്ഞ പ്രതലത്തിൽ വെച്ചിട്ട്, ഒരു ഫർണസിന്റെ ചരിഞ്ഞ പ്രതലത്തിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഓറിനെ നമ്മൾ എന്താ ചെയ്യുക, ചൂടാക്കുകയാണ് ചെയ്യുക, ഹീറ്റ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ടിന്നിനും ലെഡിനെല്ലാം ദ്രവണാംഗം കുറവാണ്. അതുകൊണ്ട് അവര് പെട്ടെന്ന് എന്ത് ചെയ്യും, ഉരുകി താഴേക്ക് വരും, അല്ലെ, അവര് പെട്ടെന്ന് ഉരുകിയിട്ട് താഴേക്ക് വരും. സോ ഈ താഴേക്ക് വരുന്ന ടിന്നും ലെഡും നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, വേർതിരിക്കാൻ പറ്റും. അതേസമയം അവയിലെ ഇംപ്യൂരിറ്റീസിന് എന്ത് കൂടുതലാണ്, മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. സോ ആദ്യം ഉരുകി വരുന്നത് ആരായിരിക്കും, ഈ പറയുന്ന പ്യുവർ മെറ്റൽസ് ആയിരിക്കും. ബാക്കി വരുന്ന ഗ്യാങ് അവസാനമേ വരുന്നുള്ളൂ. സോ നമുക്ക് അതിനെ ആ ഒരു ദ്രവണാംഗത്തിലുള്ള വ്യത്യാസം കൊണ്ട്, മെൽറ്റിംഗ് പോയിന്റിലുള്ള വ്യത്യാസം കൊണ്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, വേർതിരിച്ചെടുക്കാൻ പറ്റും. സോ ഈ ഒരു രീതിയാണ് ലിക്വേഷൻ എന്ന് പറയുന്നത്. അടുത്ത രീതിയാണ് ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം എന്ന് പറയുന്നത്. റിഫൈനിങ് ഓഫ് മെറ്റലിലെ രണ്ടാമത്തെ
മെത്തേഡാണ് സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് സിങ്ക്, അതേപോലെ തന്നെ കാഡ്മിയം, അതുപോലെ തന്നെ മെർക്കുറി, നമുക്കറിയാം 12ാം ഗ്രൂപ്പിൽ വരുന്ന സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെ, കപട സംക്രമണ മൂലകങ്ങളാണ് ഈ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്ന് പറയുന്നത്. ഈ സിങ്ക്, കാഡ്മിയം, മെർക്കുറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ ബോയിലിംഗ് പോയിന്റ്, തിളനില വളരെ ലോ ആണ്. ഇവരുടെ ബോയിലിംഗ് പോയിന്റ് വളരെ ലോ ആണ്, അല്ലെങ്കിൽ തിളനില വളരെ കുറവാണ്. ഓക്കെ, അതേസമയം ഇവയിൽ കാണുന്ന ഇംപ്യൂരിറ്റീസിലെല്ലാം തിളനില എന്തായിരിക്കും, അല്ലെങ്കിൽ ഗാങ് പാർട്ടിക്കിൾസിലെല്ലാം തിളനില വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള തിളനില കുറവുള്ള ലോഹങ്ങളെ വേർതിരിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന രീതിയാണ് ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഇവയുടെ ഓറിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ചൂടാക്കുകയാണ് ചെയ്യുക. ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഇവരുടെ തിളനില വളരെ കുറവാണ്. അതുകൊണ്ട് ഇവർ പെട്ടെന്ന് വേപ്പറായിട്ട് പോകും അല്ലെ, പെട്ടെന്ന് ഇവരെന്ത് ചെയ്യും, ബാഷ്പീകരിക്കും. കാരണം ഇവിടെ തിളനില എന്താണ്, കുറവാണ്. ഈ ബാഷ്പത്തെ നമ്മൾ കളക്ട് ചെയ്യും. ഈ കളക്ട് ചെയ്ത ബാഷ്പത്തെ നമ്മൾ എന്ത് ചെയ്യും, ഘനീഭവിപ്പിക്കും അല്ലെങ്കിൽ കണ്ടൻസ് ചെയ്യും. ഓക്കെ, ഈ ബാഷ്പത്തെ നമ്മൾ കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിന്ന് മെറ്റൽ കിട്ടും. അതേസമയം ഇവയിലുള്ള ഇംപ്യൂരിറ്റീസിന് ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. സോ ആദ്യം വരുന്നത് എപ്പോഴും ബോയിലിംഗ് പോയിന്റ് കുറവുള്ള മെറ്റൽ ആയിരിക്കും. അത് ബാഷ്പമായിട്ട് വരും. ആ ബാഷ്പത്തെ നമ്മൾ സ്വീകരിച്ച് ഘനീഭവിച്ച് അല്ലെങ്കിൽ കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ശുദ്ധലോഹത്തെ വേർതിരിക്കാൻ പറ്റും. ആ ഒരു രീതിയാണ് ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം എന്ന് പറയുന്നത്. റിഫൈനിങ് ഓഫ് മെറ്റൽസിന്റെ മൂന്നാമത്തെ രീതിയാണ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്, വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം എന്ന് മലയാളത്തിൽ പറയും. ഇവിടെ എന്താ ചെയ്യാം, നമ്മൾ ഇലക്ട്രോലൈസിസ് ആണ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ നമുക്കൊരു ചെറിയ എക്സാമ്പിളോടെ നോക്കാം. ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്നത് കോപ്പറാണ്. കോപ്പറിന്റെ ശുദ്ധീകരണം ഈ രീതിയിലാണ് നമ്മൾ ചെയ്യാം. സോ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോലൈസിസ് ആണ് നമ്മൾ ചെയ്യാം. സോ ഇലക്ട്രോലൈസിസ് കോപ്പറിന്റെ എക്സ്ട്രാക്ഷൻ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു. സോ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത്, നമ്മളൊരു ഇത് കാത്തോഡ് ആണെന്ന് വിചാരിക്കുക. കാത്തോഡായിട്ട് നമ്മൾ എടുക്കുന്നത് പ്യുവർ കോപ്പർ ആണ്. പ്യുവർ ആയിട്ടുള്ള കോപ്പറിനെ നമ്മൾ കാത്തോഡായിട്ട് എടുക്കും. ഇനി നമുക്ക് ശുദ്ധീകരിക്കേണ്ട കോപ്പർ ഉണ്ടല്ലോ, ഇംപ്യൂർ ആയിട്ടുള്ള കോപ്പർ. ഇതാണ് ഇംപ്യൂർ ആയിട്ടുള്ള കോപ്പർ. അതിനെ നമ്മൾ എന്താക്കി എടുക്കും, ആനോഡ് ആക്കി എടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യും. കാത്തോഡ് നെഗറ്റീവ് ആയിട്ട് കണക്ട് ചെയ്യും, ആനോഡ് പോസിറ്റീവ് ആയിട്ട് കണക്ട് ചെയ്യും. ഇവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് അല്ലെ, ഇവിടെ നമുക്കൊരു ഇലക്ട്രോലൈറ്റിന്റെ ആവശ്യമുണ്ട്. ഇവിടെ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുന്നത് കോപ്പർ സൾഫേറ്റ് ആണ്, CuSO4. കോപ്പർ സൾഫേറ്റ് പ്ലസ് H2SO4 സൾഫ്യൂരിക് ആസിഡിൽ മിക്സ് ചെയ്തിട്ടുള്ള കോപ്പർ സൾഫേറ്റ് ആണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിലൂടെ വൈദ്യുതി പാസ് ചെയ്യുന്നു. വൈദ്യുതി പാസ് ചെയ്യുമ്പോൾ നമുക്കറിയാം കാത്തോഡിൽ റിഡക്ഷൻ ആണ് നടക്കുക, ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. സോ കാത്തോഡിൽ എന്താണ് നടക്കുക നോക്കാം. കാത്തോഡിൽ റിഡക്ഷൻ ആണ് നടക്കുക. റിഡക്ഷൻ മീൻസ് ഇലക്ട്രോണിനെ റിസീവ് ചെയ്യുന്ന പ്രോസസ് ആണ്. ഇവിടെ കോപ്പർ ആണ്. അപ്പൊ എന്താ സംഭവിക്കുക, Cu2 പ്ലസ് 2 ഇലക്ട്രോൺസ് എന്തായിട്ട് മാറും, Cu ആയിട്ട് മാറും. എന്നാൽ ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ് നമുക്കറിയാം. അവിടെ എന്താ സംഭവിക്കുക, കോപ്പർ അയോൺസ് എന്തായി മാറും, Cu2 പ്ലസ് 2 ഇലക്ട്രോൺസ് ആയിട്ട് മാറും. ഇതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ വൈദ്യുതി കടത്തിവിടുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക, ആനോഡിലുള്ള കോപ്പർ എന്തായിട്ട് മാറും, Cu2 പ്ലസ് 2 ഇലക്ട്രോൺസ് ആയിട്ട് മാറും. സോ ആനോഡിൽ നിന്ന് കോപ്പർ എന്തായിട്ട് മാറും, Cu2 പ്ലസും 2 ഇലക്ട്രോൺസ് ആയിട്ട് മാറും. സോ സൊല്യൂഷനിലേക്ക് ആരാണ് വരിക, Cu2 പ്ലസ് വരും. 2 ഇലക്ട്രോൺസ് ആനോഡിൽ നിന്ന് എവിടേക്ക് പാസ് ചെയ്യും, കാത്തോഡിലേക്ക് പാസ് ചെയ്യും. ഈ 2 ഇലക്ട്രോൺസ് എവിടെ എത്തിയിട്ടുണ്ട്, ആനോഡ് വഴി എവിടെ എത്തും, കാത്തോഡിൽ ഈ 2 ഇലക്ട്രോൺസ് എത്തും. ഈ 2 ഇലക്ട്രോൺസും കാത്തോഡിന്റെ ചാർജ് എന്താണ്, നെഗറ്റീവ് ചാർജ് ആണ്. Cu2 പ്ലസിന്റെ ചാർജ് എന്താണ്, പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ എന്ത് ചെയ്യും, ഈ Cu2 പ്ലസ് എവിടേക്ക് കയറും, കാത്തോഡിലേക്ക് കയറും. കാത്തോഡിലെത്തി എന്താ സംഭവിക്കുക, ആ Cu2 പ്ലസ് ആരുമായിട്ട് മിക്സ് ചെയ്യും, ഇവിടെ നിന്ന് വന്ന 2 ഇലക്ട്രോൺ ആയിട്ട് മിക്സ് ചെയ്ത് എന്തായിട്ട് മാറും, കോപ്പർ ആയിട്ട് മാറും. സോ ഇവിടെയുള്ള ഇംപ്യൂർ ആയിട്ടുള്ള കോപ്പർ മുഴുവൻ എവിടേക്ക് വരും, കാത്തോഡിലേക്ക് വരും. സോ ഇങ്ങനെ നമുക്ക് പ്യുവർ ആയിട്ടുള്ള കോപ്പറിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും ബൈ യൂസിങ് ഇലക്ട്രോലൈസിസ് വിത്ത് ഇലക്ട്രോലൈറ്റ്. ആ രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം എന്ന് പറയുന്നത്. സോ ഇവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്ത് എന്താണ്, സൾഫ്യൂരിക് ആസിഡ് ആണ്. ആനോഡിലെ റിയാക്ഷനും കാത്തോഡിലെ റിയാക്ഷനും ഓർത്ത് വയ്ക്കാം. സോ ഇത്തരത്തിൽ ഇലക്ട്രോലൈസിസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിഫൈനിങ് ചെയ്യാൻ സാധിക്കും. അതിന്റെ എക്സാമ്പിൾ ആണ് കോപ്പർ എന്ന് പറയുന്നത്.